ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചിക്കൻ റോൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ബേക്കറി സ്റ്റൈലിൽ ആ സെയിം ടേസ്റ്റിലുള്ള ചിക്കൻ റോൾ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചിക്കൻ റോൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനത് ഇവിടെ ഒരു പാത്രം സ്റ്റവ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 2 അത്യാവശ്യം നല്ല സൈസുള്ള സവാള നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിനകത്തേക്ക് ഒരിത്തിരി ഉപ്പ് കൂടെ ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അതൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ. ഉപ്പ് ചേർത്തിയാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതിപ്പോൾ ഈ രീതിയിൽ നല്ലപോലെ സവാള ഒന്ന് കുഴഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നല്ലപോലെ ചതച്ചെടുത്താണ്. പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ, ചതച്ചെടുത്താൽ മതി. ഇതിനകത്ത് ഇപ്പം പച്ചമുളക് ഒന്നേ ഉള്ളൂ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, 2 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടെ ഉണ്ട്. ഇഞ്ചിയാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് വേണമെങ്കിൽ നിങ്ങൾ 2 3 പച്ചമുളക് എടുത്തോളൂ. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ കൂടുതൽ എടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കൂടുതൽ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാല പൗഡറാണ്. ഇതും ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ മുളക് പൊടി ഒന്നും ഒരുപാട് കോരിയിടണ്ട കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല പൗഡർ നമുക്കൊരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ട് കൊടുക്കാം. നല്ലൊരു മണം ഉണ്ടാവും അതിനകത്ത്. എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു മണം നന്നായിട്ട് ഉണ്ടാവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഒരു ഇത്തിരി കൂടെ ഉപ്പ് ചേർക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ചിക്കനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ഇതവിടെ ഞാൻ ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരിത്തിരി ഉപ്പും അതുപോലെ കുരുമുളകിൻ്റെ പൊടിയും നമ്മുടെ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചീകിയെടുത്താൽ മതി. മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയിട്ടൊന്നും കറക്കണ്ട കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചീകിയെടുത്താൽ മതി. എന്നതിന് ശേഷം അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പണി നമ്മൾ നേരത്തെ ചെയ്യണം കേട്ടോ. ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടതാണ് ചിക്കൻ വേവിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനും സവാളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച സമയത്തും ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പിടുമ്പം അതെല്ലാം ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്തിട്ട് വേണേ ഉപ്പിടാൻ. പിന്നെ നമുക്കിപ്പോൾ നോമ്പൊക്കെ ആവുന്നതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഏകദേശം നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് വേണം ഏതിനൊക്കെ അകത്ത് ഉപ്പിട്ടു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിടാൻ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഫില്ലിങ്ങിന്. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത്യാവശ്യം നിങ്ങളുടെ ഫില്ലിങ്ങിൽ ചിക്കൻ തന്നെ കൂടുതലുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ടതില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ വേവിച്ച് ഉടച്ചിട്ട് നല്ലപോലെ ഉടച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ്. കറിവേപ്പിലയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കാം. ഒരു നാടൻ ടേസ്റ്റുള്ള ഫില്ലിങ് കിട്ടും. ഞാനിപ്പം കറിവേപ്പില കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഫൈനലായിട്ട് ഞാനിതിലേക്ക് ഒരു 2 നുള്ളും കൂടെ നമ്മുടെ ചിക്കൻ മസാല പൗഡർ ചേർത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫൈനലായിട്ട് ചേർക്കുമ്പോൾ ഞാൻ അധികം റെസിപ്പീസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടും, അതായത് നല്ലൊരു സ്മെല്ല് കിട്ടുന്ന നമ്മളൊരു ഫൈനലായിട്ടാണ് മസാലപ്പൊടികൾ ചേർക്കുന്നതെങ്കിൽ, അതായത് മഞ്ഞളും മുളകൊന്നും അല്ല കേട്ടോ, ഇതുപോലെ നല്ല സ്മെല്ല് കിട്ടുന്ന മസാലപ്പൊടികളൊക്കെ ഫൈനലായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കാനുള്ള ബാറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തന്നെ തികച്ച് വേണ്ട, 3/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു മുട്ട മുഴുവനായിട്ടും ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം ചേർക്കാം. ആദ്യമേ നിങ്ങൾ കുറേ വെള്ളം ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അടിച്ചിട്ട് എടുക്കുക കേട്ടോ. എങ്കിലേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ.
ഞാനിതിവിടെ ഇതതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ നമുക്കിനി കുറേശ്ശെ വെള്ളം ചേർത്തിയിട്ടാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ നീർദോശയല്ലേ, നമ്മൾ അരി അരച്ചിട്ടുണ്ടാക്കുന്ന നീർദോശ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിനേക്കാളും കുറച്ചും കൂടെ ലൂസ് വേണം. ഒരുപാട് വേണ്ട, അതിനേക്കാളും ഒരിത്തിരി കൂടെ ലൂസ് വേണം ബാറ്ററിന്. നമ്മുടെ ദോശമാവിൻ്റെ പരുവൊന്നും ആവരുത് കേട്ടോ. അതാകുമ്പോൾ നല്ല കട്ടിയിലെ ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവുക ചെയ്യും. അപ്പം അതിൻ്റെ ലൂസ് ഇതായി ഒരു പരുവാണ്, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർക്കാതെ തന്നെ നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഷീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒത്തിരി ചൂടാവരുത് കേട്ടോ, ചെറുതായിട്ട് ചൂടായാൽ മതി. അതിന് ശേഷം അതിലൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക. പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഷീറ്റ് നമുക്ക് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക, പെട്ടെന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് നിങ്ങളിങ്ങനെ കാത്തു നിൽക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ തവി വെച്ചിട്ട് ദോശ കാണിക്കുന്ന പോലെ ചുറ്റിച്ചു കൊടുക്കും വേണ്ട, പാൻ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിത് അടച്ചു വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് കുക്കാവും. 1 മിനിറ്റും വേണ്ട, അതിന് മുന്നേ കുക്കാവും. നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കും വേണ്ട കേട്ടോ, അതായത് തിരിച്ചിട്ട് കൊടുക്കും വേണ്ട. ഒരു വശം ഒന്ന് കുക്കാകുമ്പോൾ തന്നെ നമുക്കിത് ഇതുപോലെ എടുത്ത് മാറ്റാം. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലാണ് ഇത്ര എളുപ്പത്തിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യാതെ കണ്ടല്ലോ, ഇത്രയും തിന്നായിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ ചുട്ടെടുത്ത് സൈഡ് ഇങ്ങനെ വിട്ട് വരുന്ന സമയമാകുമ്പോഴാണ് നമ്മളിത് പാനിൽ നിന്ന് എടുക്കേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് സൈഡിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ഇത് ഇളകി വരുന്നുണ്ടാവും. ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഷീറ്റും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നമ്മൾ ഒന്നിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാലും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ആ ഒരു ടെൻഷനൊന്നും വേണ്ട. കണ്ടല്ലോ, നല്ല കനം കുറഞ്ഞ് നമ്മുടെ കൈ എടുത്ത് കാണിക്കുന്നുണ്ട്, അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ എന്നാൽ ഇനി നമുക്ക് ഇതിനെ റോൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററും കൂടെ വേണം. ഇതിനകത്ത് ഒന്നുമില്ല, കുറച്ച് മൈദയും വെള്ളമാണ്. അപ്പോൾ മൈദ എടുക്കുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടാണ് ഇത് ബാറ്റർ ആക്കിയിട്ട് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മൈദേനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം വേണം കേട്ടോ, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ്. പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ച കൂടെ വേണം, അതായത് ബ്രെഡ് ക്രംസ് കൂടെ വേണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൈദ പേസ്റ്റ് കൂടെ വേണം. അതും നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മൈദയും, ഇപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ മൈദയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം എടുത്തിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വെക്കുക, അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണിത് റോൾ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഈ ഒരു വശത്ത് വെച്ചിട്ട് കൊടുക്കാം. ഒത്തിരി എൻഡിൽ വെക്കരുത് കേട്ടോ. എന്നതിന് ശേഷം ഈ ഒരു ഭാഗം മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ പേസ്റ്റ് ഈ ഒരു 2 സൈഡിലും അതുപോലെ നമ്മുടെ ഈ ഒരു എൻഡിൻ്റെ ഭാഗത്തും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക. അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഓയിലൊന്നും ഒട്ടും തന്നെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മൈദ വെച്ചിട്ട് ഒട്ടിക്കുന്നത്. എന്നതിന് ശേഷം നല്ല ടൈറ്റായിട്ട് നമ്മളിത് റോൾ ചെയ്തിട്ട് എടുക്കുക. ഫില്ലിങ് പിടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തിട്ട് എടുക്കാൻ, അതല്ലെങ്കിൽ ഫില്ലിങ് അതിനകത്ത് ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. അപ്പോൾ ഫില്ലിങ് നല്ലപോലെ ടൈറ്റാക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഫില്ലിങ് കൂടെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ എളുപ്പമാണ്, നിങ്ങൾ ആ മൈദ ഒട്ടിക്കാനൊന്നും മറക്കരുത് കേട്ടോ, അതല്ലെങ്കിൽ അതിങ്ങനെ വിട്ടിട്ട് പോരും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ റോള് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിനകത്ത് ഇത് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു മൈദയുടെ ബാറ്റർ വേണ്ട, നിങ്ങൾക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട് നമ്മൾ ചിക്കൻ റോള്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന രീതിയില്ലേ, ആ രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിവിടെ ഈ ഒരു മൈദയുടെ ഈ ഒരു ബാറ്ററിലാണ് ഡിപ്പ് ചെയ്യുന്നത്. എല്ലാ ചിക്കൻ റോളും ഇതാ ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഓയിൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവാണ് ചെയ്യുക. ജസ്റ്റ് ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചേർത്തിട്ട് ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാം കേട്ടോ, കാരണം എല്ലാം കുക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം.
ഈ ഒരു രീതിയിൽ ഇതാ നമ്മളിവിടെ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കി ചിക്കൻ റോളും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കറി സ്റ്റൈലിൽ അതേ ടേസ്റ്റ് കിട്ടുന്ന ചിക്കൻ റോളാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.